ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ആഫത്തുകൾ വരാതിരിക്കാൻ, അതുപോലെ പ്രയാസങ്ങളില്ലാതിരിക്കാൻ, ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ രാവിലെയും വൈകുന്നേരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ ഓർക്കുന്ന ദിക്റുകൾ ധാരാളം പഠിപ്പിച്ചിട്ടുണ്ട്. അത് പ്രത്യേകമായി രാവിലെ ചെല്ലണമെന്നും വൈകുന്നേരം ചെല്ലണമെന്നും പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് നാം പതിവാക്കുകയും ചൊല്ലുകയും ചെയ്യൽ നമ്മുടെയൊക്കെ കടമയാണ്. അല്പം ദിക്റുകൾ ചെല്ലുന്നവരായി മാറണം പ്രഭാതത്തിൽ, നാം അല്പം ദിക്റുകൾ ചെല്ലുന്നവരായി മാറണം വൈകുന്നേരത്തിൽ. രാവിലെയും വൈകുന്നേരവും ചെല്ലേണ്ട ദിക്റുകൾ എന്ന അധ്യായം തന്നെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബിതങ്ങൾ പ്രത്യേകമായി നിർദ്ദേശങ്ങൾ നൽകിയ ദിക്റുകളുണ്ട്. അപകടങ്ങൾ വരാതിരിക്കാൻ, പ്രയാസങ്ങൾ വരാതിരിക്കാൻ. അതിൽ ചിലതൊക്കെ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തി നേരത്തെ ക്ലാസ്സുകളിൽ. ഇന്ന് നമുക്ക് ചിലതുകൂടി പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു മനുഷ്യൻ പരാതി പറയുകയാണ്, നബിയെ, എനിക്ക് എപ്പോഴും ആഫത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന നബിയെ, എപ്പോഴും അപകടങ്ങളും പ്രയാസങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന നബിയെ. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ രാവിലെയായാൽ ചൊല്ലേണ്ടതാണ് ബിസ്മില്ലാഹി അലാ നഫ്സി വമാലി വഅഹ്ലി. ബിസ്മില്ലാഹി അലാ നഫ്സി വമാലി വഅഹ്ലി എന്ന് നീ രാവിലെയായാൽ ചൊല്ലിയാൽ എന്താണ് അർത്ഥം? അല്ലാഹു ഇന്ന നാമം കൊണ്ട് എന്റെ നഫ്സിന്റെ മേലിലും ഞാൻ കാവലാക്കുന്നു, എന്റെ സമ്പത്തിന്റെ മേലിലും എന്റെ കുടുംബത്തിന്റെ മേലിലും ഞാൻ കാവലാക്കുന്നു. അല്ലാഹു ഇന്ന നാമം കൊണ്ട് കാവലാക്കുന്നു. ബിസ്മില്ലാഹി അലാ നഫ്സി വമാലി വഅഹ്ലി എന്ന് ചൊല്ലിയാൽ ഫഇന്നഹു ലാ യദ്ഹബു ലക ശൈഉൻ, നിനക്കൊരു അപകടവും വരികയില്ല. ഫഖാല റജുലു ഫദഹബ അൻഹുൽ ആഫാത്ത്, അദ്ദേഹം അത് ചൊല്ലാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ആഫത്തുകൾ നീങ്ങിപ്പോയി. അതുപോലെ മറ്റൊരു ദിക്റ് നമുക്ക് പഠിക്കാം. നമുക്കറിയുന്ന ദിക്റ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അമാ ഇന്നക ലൗ ഖുൽത ഹീന അംസൈത അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി കുല്ലിഹാ മിൻ ശർരി മാ ഖലഖ ലം തളുറാ. നീ രാവിലെ വൈകുന്നേരം അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന ദിക്റ് ചൊല്ലിയാൽ ഒരു അപകടവും നിനക്ക് വരികയില്ല. അള്ളാഹു സൃഷ്ടിച്ച സർവ്വ തൊട്ടും അവന്റെ സമ്പൂർണമായ കലിമത്തുകളോട് ഞാൻ കാവൽ തേടുന്നു എന്ന ദിക്ർ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ ഹദ്ദാദിലൊക്കെ നമ്മൾ വൈകുന്നേരം ചൊല്ലാറുണ്ട്. ആ ദിക്ർ ചൊല്ലിയാൽ മുത്തുനബി പറഞ്ഞതെന്താ? ലം തളുറ, അവൻക്കൊരു ലററും വരികയില്ല, ഒരു പ്രയാസം വരികയില്ല, ഒരു ബുദ്ധിമുട്ടും വരികയില്ല, ഒരു ടെൻഷൻ വരികയില്ല, ഒരു വിഷമവും വരികയില്ല, അവൻക്കൊരു അപകടം വരികയില്ല, അവൻക്കൊരു പിശാചും വരികയില്ല, അവന്റെ കുടുംബത്തിന് ഒന്നും തന്നെ സംഭവിക്കുകയില്ല. മറ്റൊരു റിപ്പോർട്ടിൽ മാ ലറഹു ലദഉ അഖ്റബിൻ ഹത്താ യുസ്ബിഹ, വൈകുന്നേരം ചൊല്ലി ഒരു തേള് പോലും കടിക്കുകയില്ല. നേരം പുലരുന്നത് വരെ ഈ ഓഫറുണ്ട്. നേരം വെളുത്ത ഒന്നും കൂടി ചെല്ലേണ്ടി വരും. അപ്പൊ വൈകുന്നേരം വരെ ഓഫർ വരും. വൈകുന്നേരമായ ഒന്നും കൂടി ചെല്ലണം, അപ്പൊ രാവിലെ വരെ. അപ്പൊ 24 മണിക്കൂർ ഓഫറില്ല, 12 മണിക്കൂർ ഓഫറേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട മറ്റൊരു ദിക്റ് കൂടി പറഞ്ഞു തരാം. നേരത്തെ 2 ദിക്റ് നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സുകൾ ധാരാളം ദിക്റുകൾ പറഞ്ഞിരുന്നു. ഇമാം അഹ്മദ്, ഇമാം അബൂദാവൂദ് റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നു, മൻ ഖാല ഹീന യുസ്ബിഹു വഹീന യുംസി, പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും ഒരാൾ ചൊല്ലിയാൽ 3 തവണ ചൊല്ലിയാൽ റളിതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വറസൂലാ എന്ന് ചൊല്ലിയാൽ എന്താണ് അർത്ഥം? അല്ലാഹുവിനെ കൊണ്ട് ഞാൻ തൃപ്തിയായി, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാം കൊണ്ട് ദീനായി ഞാൻ തൃപ്തിയായി, വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി നബിയ്യൻ വറസൂലാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയും റസൂലുമായി ഞാൻ തൃപ്തിയായി എന്ന് ഒരാൾ ചൊല്ലിയാൽ കാന ഹഖൻ അലല്ലാഹി അയ്യുളിയ, അവനെ അല്ലാഹു തൃപ്തിയാക്കുന്നതാണ്, അവനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ ഈ ദിക്റ് പ്രഭാതത്തിലും പ്രദോഷത്തിലും 3 തവണ ചൊല്ലൽ സുന്നത്താണ്. അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാൻ ആവശ്യമാണ്. അതുപോലെ ഇബ്നു സിന്നി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ദിക്റ് കൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ അസ്ബഹ്ത ഫഖുൽ, നീ പ്രഭാതമായ രാവിലെയായാൽ നീ പറയണം, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ലാ ശരീക ലക്
അസ്ബഹ്നാ വ അസ്ബഹൽ മുൽക്കു ലില്ലാഹി ലാ ശരീക ലക് 3 തവണ പറയണം. അല്ലാഹുവേ, നീയാണ് എന്റെ റബ്ബ്, നീ അല്ലാതെ നിനക്കൊരു കൂട്ടുകാരനുമില്ല. അല്ലാഹ്, ഞാൻ പ്രഭാതമായി അധികാരം മുഴുവനും നിനക്കായി, അള്ളാഹുവിനായി, അവൻ ഒരു കൂട്ടുകാരനുമില്ല എന്ന വാക്ക് ഇത് 3 തവണ പറയൽ സുന്നത്താണ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ശരീക ലക് അസ്ബഹ്നാ വ അസ്ബഹൽ മുൽക്കു ലില്ലാഹി ലാ ശരീക ലക്. ഇത് വൈകുന്നേരമായാലും ഫഖുൽ മിസ്ല ദാലിക്, ഇപ്രകാരം നീ പറഞ്ഞോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു. ഇങ്ങനെ പറഞ്ഞാലുള്ള നേട്ടം എന്താണ്? ഫഇന്നഹുന്ന യക്ഫുർന യുകഫ് മാ ബൈനഹുന്ന, അവൻക്ക് കഴിഞ്ഞുപോയ രാവിലെ മുതൽ വൈകുന്നേരം വരെ അടിയിൽ വന്നുപോയ സർവ്വ തെറ്റുകളും അവൻക്ക് പുറത്തു കൊടുക്കും. വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ മുതൽ വരെ ചൊല്ലിയ ദിക്ർ തെറ്റുകൾ, അവനിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ അവൻക്ക് പൊറുക്കപ്പെടുന്നതാണ്. ഇപ്രകാരം രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ഒരു ദിക്ർ ഇമാം തിർമിദി, ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ മിൻ നബിയ്യിൻ യഖൂലു ഫീ സബാഹി കുല്ലി യൗമി വസാഇ കുല്ലി ലൈല, എല്ലാ ദിവസവും രാവിലെയും രാത്രിയും അല്ലെങ്കിൽ വൈകുന്നേരവും ഒരാളും ചൊല്ലുകയില്ല ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം 3 തവണ 3 മറات ചൊല്ലിയാൽ ലം യദുറഹു ശൈഉൻ, അവൻക്ക് ഒരു അപകടം, ഒരു വസ്തുവും അവനെ പ്രയാസപ്പെടുത്തുകയില്ല. ഒരു വസ്തുവും പ്രയാസപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ? റിപ്പോർട്ടിൽ ഫുജാഅത്തു ബലാഇൻ, ഒരു ബലാഇന്റെ പെടുന്നതിനുള്ള ബലാ മുസീബത്തുകൾ അവൻക്ക് എത്തുകയില്ല. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവിന്റെ നാമം കൊണ്ട്, എങ്ങനെയുള്ള നാമമാണ്? ഭൂമിയിലോ ആകാശത്തോ ആ നാമം കൊണ്ട് ഒരു വസ്തുവും ഒരാൾ ഒരു ഉപദ്രവവും ചെയ്യുകയില്ല. അള്ളാഹുവാണ് കേൾക്കുന്നവൻ, അള്ളാഹുവാണ് അറിയുന്നവൻ. 3 തവണ ഇത് ചൊല്ലൽ സുന്നത്താണ്. നമ്മൾ ഹദ്ദാദിൽ ചെല്ലാറുണ്ട്. രാവിലെയും ചൊല്ലുക, വൈകുന്നേരവും പ്രത്യേകമായി ചെല്ലണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു ദിക്ർ കൂടി പറയാം. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല ഹീന യുംസി 3 മറات, 3 തവണ വൈകുന്നേരം ചൊല്ലിയാൽ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് ലം യദുറഹു ഹുമ്മത്തു ദാലിക്കൽ ലൈല, ആ രാത്രിയിലെ ഒരു പ്രയാസവും ഒരു പനിയും അവൻക്ക് വരികയില്ല. ഇങ്ങനെ എത്രയോ